ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. 5 കോമൺ മിസ്റ്റേക്ക് ആളുകൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ സംഭവിക്കുന്ന 5 കോമൺ മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തത് തന്നെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കവറേജ് തിരഞ്ഞെടുക്കുക. ആളുകൾ എപ്പോഴും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കവറേജ് അല്ല തിരഞ്ഞെടുക്കാറ്. ഒന്നല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടുന്ന അഡ്വൈസർ പറയുന്ന രീതിയിലുള്ള ഒരു ഇത്, അതല്ലെങ്കിൽ ഇപ്പം അടയ്ക്കാനുള്ള പ്രീമിയത്തിൻ്റെ ഇത് നോക്കിയിട്ട് അവർ ഏറ്റവും കുറഞ്ഞത് മതി എന്നൊക്കെയുള്ള രീതിയിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കവറേജാണ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇൻഫർമേഷൻ ഒന്നും കംപ്ലീറ്റ് ആവില്ല. അതായത് അവർക്ക് എന്തെങ്കിലും അവരുടെ ഹാബിറ്റ്, അവരുടെ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ഇതൊന്നും വെളിപ്പെടുത്താതെ അവർ സ്കീമിലേക്ക് ചേരാറുണ്ട്. ചില കാര്യങ്ങളിൽ അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ, അതായത് പുകവലി, ഡ്രിങ്കിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ വെളിപ്പെടുത്താതിരിക്കുക. അതുപോലെ അവരുടെ ബെനഫിഷ്യറി ആരാണ്, നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബം സുരക്ഷിതമായിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ട ഒരു ബെനഫിഷ്യറി ആരാണെന്ന് ചിലപ്പോൾ പറയാതെ അവർ ഇൻകംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് സ്കീം ആയിരിക്കില്ല. അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സ്കീം വേണം എടുക്കാൻ. ആരെങ്കിലും നിർബന്ധം കൊണ്ടോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതുകൊണ്ടോ മാത്രം എടുക്കാതെ, അതായത് ഇപ്പോൾ പലയിടത്തും കാണുന്ന ഒരു ഇതാണ്, ഇൻഷുറൻസ് ഏജൻസ് പറഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് താല്പര്യമുള്ള കുറച്ച് സ്കീമുകളായിരിക്കാം പറഞ്ഞു പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന പോലെയാണ് പലരും സ്കീം എടുക്കാറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്കീമിലാവില്ല ചിലരൊക്കെ ചേരുന്നത്. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കവറേജ് എല്ലാം റിവ്യൂ ചെയ്യണം, അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ പല എപ്പിസോഡിലും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ കവറേജൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് അതിന് ബെനിഫിറ്റ് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ചില ആഡ് ഓൺസും റൈഡേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, അതുപോലെ ഡിസേബിലിറ്റി റൈഡർ, പിന്നെ പ്രീമിയം വേവർ ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള ആഡ് ഓൺസും റൈഡേഴ്സും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം റൈഡേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ വെറുതെ അങ്ങോട്ട് ഒരു സ്കീമിൽ ചേരുക, ഇത്തരം മിസ്റ്റേക്കുകളാണ് സാധാരണ ആളുകൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നടത്താറുള്ളത്. അപ്പോൾ ഇതെല്ലാം തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ബെനിഫിറ്റ് ആവുന്നത്. അതിനു വേണ്ടിയിട്ട് കൃത്യമായും നല്ല ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് നമ്മളുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോളിസി എടുക്കുകയും, അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചോയ്സസ് നോക്കുക, മറ്റ് പല രീതിയിലുള്ള സ്കീമുകൾ കമ്പയർ ചെയ്തും ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. അതൊരു ഇൻവെസ്റ്റ്മെൻ്റായും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ കുടുംബത്തിന് അതൊരു സംരക്ഷണമായിട്ടും മാറുകയും ചെയ്യും. അപ്പോൾ നല്ല ഒരു അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.